السلام عليكم ورحمة الله تعالى وبركاته. بسم الله والحمد لله والصلاة والسلام على أشرف رسول الله وعلى آله وصحبه أجمعين أما بعد. ഏറ്റവും ബഹുമാനവും ആദരവും നിറഞ്ഞ പ്രിയ ഉസ്താദന്മാരെ, വിധികർത്താക്കളെ, എൻ്റെ സുഹൃത്തുക്കളെ, അർ-റഹീം എന്ന ഈ മഹത്തായ വേദിയിൽ ചില സുപ്രധാന വിഷയങ്ങളെ കുറിച്ച് നമുക്ക് സംവദിക്കാം. യുദ്ധം മനുഷ്യരാശിയെ വിയർപ്പിക്കാനും വിറപ്പിക്കാനും തുടങ്ങിയിട്ട് കാലങ്ങൾ കുറേയായി. ലോകത്തെ മുഴുവനും ആശങ്കയിലാഴ്ത്തുന്ന മാരക വിപത്താണ് യുദ്ധം എന്നുള്ളത്. ഈ സമയത്തും ഫലസ്തീനിലും ഉക്രൈനിലും ജനകോടികൾ യുദ്ധക്കെഴുതികളാൽ പൊറുതിമുട്ടുകയാണ്. ഏറെ നടുക്കത്തോടെ വന്നാലും ഓർമ്മ വരുന്നത് ഹിരോഷിമയും നാഗസാക്കിയും എന്നുള്ള ഈ രണ്ട് രാജ്യങ്ങളാണ്. 1,00,000-ഓളം പരം പേരുകൾ തത്സമയം നിഷ്കാസനം ചെയ്യപ്പെടുകയും 1.5 ലക്ഷത്തിലധികം പേരുകൾ റേഡിയേഷൻ പ്രത്യാഘാതം മൂലം ഇഞ്ചിഞ്ചായി മൃതയടയുകയും ചെയ്യുകയാണ്. 4630 കിലോഗ്രാം ഭാരവും 3.5 മീറ്റർ നീളം വരുന്ന ഫാറ്റ്മാൻ അങ്ങ് നാഗസാക്കിയിൽ പതിച്ചപ്പോൾ 3 ലക്ഷത്തോളം വരുന്ന മനുഷ്യജീവന്റെ തുടിപ്പുകളാണ് നിലച്ചത്. അതിന്റെ വിനാശങ്ങൾ ആധുനിക തലമുറകൾ പോലും അനുഭവിക്കുകയാണ്. 37 മില്യൺ മനുഷ്യർ മരിച്ചു വീണ ഒന്നാം ലോക മഹായുദ്ധവും 72 ദശലക്ഷം പേരുകളുടെ നിണം ചിന്തിയ രണ്ടാം ലോക മഹായുദ്ധവും. സമാധാനത്തിന്റെ ഏത് വെള്ളരിപ്രാവിനെയാണ് അവർ പറത്തിയത്? സമാധാനമില്ലാതെ യുദ്ധം ചെയ്തുകൊണ്ടിരിക്കുകയാണ് അവർ. തങ്ങളുടെ അധികാര മേധാവിത്വം അരക്കിട്ടുറപ്പിക്കാൻ പൗരന്മാരെ ചുവൽപ്പടിക്ക് നിർത്തുവാനും സാമ്രാജ്യത്വം ആയുധങ്ങളെ കൊണ്ട് ഉപയോഗപ്പെടുത്തുന്ന മലീമസമായ കാഴ്ചകളാണ് നാം കാണുന്നത്. യുദ്ധം സമാധാനം ഉണ്ടാക്കുകയല്ല, മറിച്ച് മാനവകുലത്തിന്റെയും പ്രകൃതിയുടെയും സത്യാവസ്ഥക്കും സന്തുലിതക്കും ഭംഗം വരുത്തുന്ന കാഴ്ചകളാണ് നാം കാണുന്നത്. അമേരിക്കയും ഇസ്രായേലും അടക്കമുള്ള യുദ്ധകുതിയന്മാരാണ് പല സംഘർഷങ്ങളുടെ പിന്നിലെ ദുഷ്ടലാക്കുകാർ. ദേശീയതയുടെയും രാജ്യസുരക്ഷയുടെയും പേരിൽ മറ്റ് സാമ്രാജ്യങ്ങളുടെ മേലിൽ അധികാരം സ്ഥാപിക്കാൻ സാമ്രാജ്യത്വം ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന തിരക്കിലാണ്. പശ്ചിമേഷ്യയുടെയും ഇറാനിന്റെയും നീലാകാശത്ത് ഉരണ്ടുകൂടുന്ന പുതിയ യുദ്ധത്തിന്റെ കാർമേഘങ്ങൾ നിലക്കുന്ന ലോകനാശം ചെറുതല്ല. യുദ്ധം കൊണ്ട് നഷ്ടങ്ങളുടെ കൂമ്പാരങ്ങളാണ് ഉണ്ടാകുന്നത്. യുദ്ധം വരുന്നത് കൊണ്ട് ജനങ്ങൾക്ക് അവരുടെ വീടുകളും അവരുടെ വസ്തുക്കളും അവരുടെ എല്ലാ സാധനങ്ങളും നഷ്ടപ്പെടുകയാണ്. യുദ്ധം കൊണ്ടുണ്ടാകുന്ന നഷ്ടങ്ങളൊന്നും ചെറുതല്ല. പാവപ്പെട്ട ഗസയുടെ തെരുവീതികളിലേക്ക് ഞാനും നിങ്ങളും ഒന്ന് കണ്ണോടിച്ചു നോക്കുകയാണെങ്കിൽ എത്ര പിഞ്ചോമന